ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെറാസ് വ്ലോഗ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. ഇത്തവണ വയനാട് വഴിയാണ് പോകുന്നത്. ലുലുമാളിൽ നിന്ന് പർച്ചേസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അത് ചെയ്തതിന് ശേഷം പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ തന്നെ ഇറങ്ങി. ഇവിടെ നിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് ഏകദേശം ഒരു 4.5 മണിക്കൂറുണ്ട്. രാത്രി ആയതുകൊണ്ട് അതിന് മുമ്പേ എത്തുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പോവാണ്. എല്ലാവർക്കും നല്ല വിശപ്പാണ്. ലുലുന്ന് ഫുഡ് കഴിച്ചപ്പം വൈകുന്നേരം 7 മണി ആയതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 12:30 1 മണി അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പാണ്. അങ്ങനെ നമ്മൾ അവിടെ കണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. എംബറർ എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ടുഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും അതൊന്നും ഈ സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കിട്ടിയത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പോലും എനിക്ക് തോന്നിയില്ല. ഫുഡ് കഴിച്ച് ഇറങ്ങിയ ഉടനെ ഞാൻ ബാക്ക് സീറ്റിൽ പോയി കിടന്ന് നന്നായിട്ട് ഉറങ്ങി. ഇവിടെ എത്തിയതെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. കുറേ നേരം മുമ്പാണ് ഇവിടെ എത്തിയതെന്ന് പറഞ്ഞു. അതിനുശേഷം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. 6 മണി ആവാതെ എന്തായാലും ഗേറ്റ് ഓപ്പൺ ആകത്തില്ല. അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഈ വീഡിയോ ഒന്നും എടുത്തത് ഞാനല്ല കേട്ടോ. ഞാൻ ഈ സമയത്തൊക്കെ നല്ല ഉറക്കമാണ്. അങ്ങനെ 6 മണി ആയപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയി. അങ്ങനെ നമ്മൾ ഇനി ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കയറുവാണ്. ഇതിനു മുമ്പ് നമ്മൾ 2-3 തവണ ഈ ഒരു റൂട്ടിൽ കൂടെ നാട്ടിലേക്ക് പോവുകയും നാട്ടിൽ നിന്ന് തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് പോകുന്ന വഴിയിലും ആനയെ കാണണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നടക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പോയി നോക്കണം. ഫോറസ്റ്റ് എത്തുന്നതിന് മുമ്പും ഫോറസ്റ്റിലേക്ക് കയറുന്ന സമയത്തും ഒക്കെ ഇവരെന്നെ കുറേ വിളിക്കുന്നുണ്ട് എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനൊന്നും അറിയുന്നില്ല. നല്ല സുഖമായ ഉറക്കത്തിലാണ്. അപ്പോൾ വഴി കണ്ട കുറച്ച് മാനിൻ്റെയൊക്കെ വീഡിയോ ഇവർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏതായാലും കണ്ടു നോക്കാം. ഈ ഒരു സ്ഥലമൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ ഉറക്കം തെളിഞ്ഞത്. അപ്പോഴേക്കും ഇവർ മാനിനെ കണ്ട കാര്യമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. എനിക്ക് ശരിക്കും നല്ല വിഷമമായി. ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു റൂട്ടിലൂടെ വന്നത് തന്നെ. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ നല്ല വിഷമമായി. ഏതായാലും മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം. കർണാടക ബോർഡർ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിലൂടെയാണ് പോകുന്നത്. ഈ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോഴത്തേനും മഞ്ഞുണ്ട് കേട്ടോ. അതിരാവിലെ കോടമഞ്ഞ് വീണ് കിടക്കുന്ന ഈ ഒരു വനത്തിലൂടെയുള്ളൊരു യാത്ര അടിപൊളി വൈബാണിത്. വീഡിയോ കൂടെ കാണുന്നതിനെ കഴിഞ്ഞും ഭംഗിയാണിത് നേരിട്ട് കാണാൻ. മാനുകളെ കണ്ടില്ലെന്നുള്ള എൻ്റെ വിഷമൊക്കെ മാറി കേട്ടോ. നോക്കുമ്പോൾ ഇതാ റോഡ് സൈഡിൽ കുറേ മാനുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാറ് സ്ലോ ചെയ്യുന്നതും സൈഡാക്കുന്നതും ഒക്കെ അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അവരെ ഇങ്ങനെയൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എല്ലാ സ്ഥലത്തും ബോർഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടി നിർത്താനോ അല്ലെങ്കിൽ അവിടെ ഇറങ്ങാനോ മൃഗങ്ങളെ ശല്യം ചെയ്യാനോ ഒന്നും പാടില്ലെന്ന്. പക്ഷേ എനിക്കിത് കാണാനുള്ള ഇഷ്ടം കൊണ്ടും വീഡിയോ എടുക്കേണ്ടത് കൊണ്ടും മാത്രമാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു കാഴ്ച. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ സേറായി ഇത് കാണിക്കാൻ പറ്റിയില്ല. അവൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഇനി വീഡിയോ ഇടുന്ന സമയത്ത് അവളിത് കണ്ടോളും. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഇവിടെ നിന്ന് പോകാനേ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മനസ്സോടെ അവിടെ നിന്ന് പോന്നു. കാരണം അവിടെ ഇങ്ങനെ കാറ് സ്ലോ ചെയ്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും നമ്മൾ. പോലീസ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതാ മഞ്ഞിങ്ങനെ ഒരുപാട് മഞ്ഞിങ്ങനെ മൂടി കിടക്കുന്നു. അപ്പോൾ ഏതായാലും ഇവിടെ എവിടെയെങ്കിലും കാറ് നിർത്തിയിട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി വ്യൂ ഉള്ളൊരു സ്ഥലമാണിത്. ഇവിടെ അപ്പുറത്തായിട്ട് സൂര്യകാന്തി തോട്ടമൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നമ്മൾ കാറ് നിർത്തി ഇറങ്ങി. സൂര്യകാന്തിയുടെ ഈ ഒരു തോട്ടം കുറച്ച് അകലെയായിരുന്നു. സൂം ചെയ്തെടുത്ത വീഡിയോ ആണിത്.
അത്ര ക്ലാരിറ്റി ഇല്ല. പക്ഷെ അടിപൊളി ഭംഗിയായിരുന്നു ഇത് കാണാൻ. ഇന്നലെ രാത്രി 2 മണിയൊക്കെ ആയപ്പോൾ വണ്ടി കയറി ഇരുന്നതാണ്. അതിനുശേഷം ഇപ്പോഴാണൊന്ന് വെളിയിൽ ഇറങ്ങുന്നത്. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കോടാമഞ്ഞ് വീണ് കിടക്കുന്ന വഴിയിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. റോഡൊന്നും വ്യക്തമായിട്ട് കാണാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുകയാണ്. മനസ്സിന് കുളിർമയേകുന്ന ഒരു അടിപൊളി കാഴ്ചയായിരുന്നു ഇത് കേട്ടോ. മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ വീണ്ടും ഉറങ്ങി കേട്ടോ. വയനാട് നമുക്ക് സ്റ്റേ ചെയ്യാനോ അല്ലെങ്കിൽ വയനാട് സ്ഥലങ്ങൾ കാണാനോ ഒന്നും പ്ലാനില്ലായിരുന്നു. നമ്മൾ എല്ലാ സ്ഥലത്തും പോയിട്ടൊക്കെ ഉള്ളതാണ്. നാളെയും മറ്റന്നാളും ആയിട്ട് കുറച്ച് അത്യാവശ്യ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം കോട്ടയത്ത് എത്തണം. കോട്ടയത്തെത്തി മക്കളെ രണ്ടുപേരും എൻ്റെ വീട്ടിലാക്കിയിട്ട് ട്രിവാൻഡ്രത്തെ വീട്ടിലേക്ക് പോകണം. വയനാട് എത്തിയ സമയത്ത് എന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ബോർഡൊക്കെ കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ ഇറങ്ങി കേട്ടോ. ഇത് യാദൃച്ഛികമായിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ നമ്മൾ പോയിട്ടില്ല, അതുകൊണ്ട് ഇതൊന്ന് ഏതായാലും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എന്നൂർ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.